നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. മുമ്പ് ഞാൻ ആദ്യമായി സ്റ്റാർട്ടും കെട്ടും പറഞ്ഞ വലയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാന്ദർഭികമായി പറയേണ്ടി വരികയാണ്. 26-27 വർഷം മുമ്പുള്ള കഥയാണ്. സുകുമാരൻ ഷാർജ എന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുകുമാര സാറിൻ്റെ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങിക്കൊടുത്തിട്ടാണ് ഞാൻ അതിൻ്റെ സംവിധായകനായത്. പക്ഷേ പേര് വേറൊരാളുടെ പേരാണ്, നിർമ്മാതാവ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന് സുകുമാര ഷാർജയുടെ പേര് വെച്ചു. ഞാനതിൽ നിന്ന് ഊരാൻ പരമാവധി നോക്കിയതാണ്. എൻ്റെ 10-30 വർഷത്തെ ഒരു സുഹൃത്താണത് നിർമ്മിച്ചത്. അവൻ്റെ ഗതികേട് പറഞ്ഞപ്പോൾ, ഫോട്ടോഗ്രാഫറാണ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്, സിനിമയിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കാലിലെ ഈ മുട്ടിലുള്ള ബ്ലാഡറിന് എന്തോ ചുരുക്കം വരുന്ന കാരണം കാല് നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ല, ജീവിക്കാൻ നിവൃത്തിയില്ല, വാടക വീട്, കഥയൊക്കെ പറഞ്ഞപ്പോൾ എന്നിട്ടും ഞാൻ വീഴാതിരിക്കാൻ നോക്കിയാണ്. അവസാനം എൻ്റെ സിനിമാ സുഹൃത്തുക്കൾ മുഴുവൻ ഓരോ ദിവസവും ഓരോരുത്തർ വന്ന്, ഞാൻ അവരുടേതും പേരുകൾ എന്നൊന്നും പറയുന്നില്ല, ഞാൻ അങ്ങനെ വീണാണ് ഷാർജയിൽ എൻ്റെ പൈസ മുടക്കി കൊണ്ടുപോയി 25 ലക്ഷം രൂപ വാങ്ങിക്കൊടുത്തത്. 25 ലക്ഷം രൂപ വാങ്ങിക്കൊടുത്ത അന്ന് മുതലാവും മുതലാളി, ഞാൻ തൊഴിലാളിയായി. അത് പോട്ടെ, ഓരോ ആഴ്ച ടെലികാസ്റ്റിംഗ് നടക്കുമ്പോഴും എൻ്റെ അമ്മ പറയുമായിരുന്നു, എൻ്റെ ഭാര്യ പറയുമായിരുന്നു, അണ്ണാ ഒരു വലിയ തുകയാക്കാൻ നിൽക്കരുത്, ആഴ്ച തോറും അണ്ണൻ്റെ പ്രതിഫലം വാങ്ങിക്കുക. അപ്പോൾ 25 ലക്ഷം രൂപ വാങ്ങിക്കൊടുത്ത് അവൻ നിർമ്മാതാവും ഞാൻ സംവിധായകനായെങ്കിലും ഞാൻ റേറ്റൊന്നും പറയാൻ പോയില്ല. ഒന്നും എനിക്ക് എന്തോ അത് പറയാൻ ഇപ്പോൾ ചമ്മലുള്ള ആളാണ്. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, നിനക്കൊരു എപ്പിസോഡിന് ഇത്ര വെച്ച് തരുമെന്ന്. ഞാൻ 300 എപ്പിസോഡ് ചെയ്തു. 300 എപ്പിസോഡ് ചെയ്തു. അടുത്ത ഷെഡ്യൂൾ തുടങ്ങാൻ എന്നു വിളിച്ച് പറയത്തോണ്ട് ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ എന്നെ യൂണിറ്റിൽ നിന്ന് വിളിക്കുന്നു. അപ്പോൾ സാറേ നാളെ ലൊക്കേഷൻ എവിടെ എന്ന് കേൾക്കുമ്പോൾ ഞാൻ അറിയണം നാളെ ഷൂട്ടിംഗ് തുടങ്ങുകയാണെന്ന്. ഞാൻ പറഞ്ഞു നാളെ തുടങ്ങുകയാണ്. അതെ സാറിന് പറഞ്ഞില്ല? അവനില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ നിർമ്മാതാവെന്ന് പറഞ്ഞ എംബോക്കിയെ വിളിച്ചപ്പോൾ പറയാണ്, ദിനേശേ, ഞാൻ നിൻ്റെ പറയാതിരിക്കുകയായിരുന്നു, നിനക്ക് സംവിധാനത്തിനും കൂടെ നിൻ്റെ പൈസയും കൂടെ തരുമ്പോൾ എനിക്ക് മുതലാവുന്നില്ല. ഞാൻ ഞെട്ടി. കാരണം എന്താ അറിയോ, ഒരു എപ്പിസോഡ് ഭംഗിയായിട്ടൊരു ദിവസം എടുത്താൽ മതി എന്ന് പറഞ്ഞതാണ്. ഒരു എപ്പിസോഡ് ഒരു ദിവസം, അന്നത്തെ കാലത്ത് 3 ദിവസമൊക്കെയാണ് ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത്. ഒരു എപ്പിസോഡ് ഭംഗിയായിട്ട് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ 300 എപ്പിസോഡ് എത്തുമ്പോഴേക്കും ദിവസം 2.5 എപ്പിസോഡൊക്കെ എടുക്കുമായിരുന്നു. ഒരു മാസം 10 ദിവസം പോലും വർക്കില്ലായിരുന്നു ഷൂട്ടിങ്. അങ്ങനെയൊക്കെ ചെയ്തിരുന്നിട്ടും ഈ നിർമ്മാതാവ് പറയുകയാണ്, എൻ്റെ സുഹൃത്തായിരുന്ന നിർമ്മാതാവ് പറയുകയാണ്, എനിക്ക് മുതലാവുന്നില്ല. അതുകൊണ്ട് നീ കഴിഞ്ഞ 300 എപ്പിസോഡ് ചെയ്തപ്പോൾ ഓരോ വീടുകളിലും എവിടെയൊക്കെയാണ് ട്രോളി ഇടാൻ പറഞ്ഞത്, എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഷോട്ട് വയ്ക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് വെച്ച് ഞാനും എടുത്തോളാം തിരിച്ച്. ഞാൻ പറഞ്ഞു, നീ അതെൻ്റെ പറയാത്തത് അല്ല, പറയാതിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഒരു ചതിയനാണ്, എനിക്കറിയില്ലായിരുന്നു. അവൻ നല്ല ഡ്രസ്സ് ഇടുന്ന, നല്ല സമർത്ഥമായ താടിയും 10,000-ൻ്റെ പാൻറ്റും 25,000-ൻ്റെ ഷൂവും 5,000-ൻ്റെ ബെൽറ്റും കെട്ടി നടക്കുന്ന ഒരു മാന്യനായിരുന്നു എന്നെ പരിചയപ്പെടുന്ന സുഹൃത്തായിരുന്നപ്പോൾ. പക്ഷേ അവനൊരു ചതിയനാണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പിന്മാറി. പിന്നെ അവൻ കാളെടുക്കും പോലെ എത്രയോ ചെയ്തു. റേറ്റിങ്ങിൽ 1ാമത് നിന്ന സീരിയൽ അവസാനം 16ാമതെന്തോ എത്തിയാണ് അത് അവസാനിപ്പിച്ചത്. രസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വർക്ക് കഴിഞ്ഞ് 300 എപ്പിസോഡ് കഴിഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എൻ്റെ പൈസ അത് തരാം ദിനേശേ? അത് തരാം. പിന്നെ സുകുമാര സാറിൻ്റെ 40 ലക്ഷം 25 ലക്ഷം രൂപയ്ക്ക് ലാഭം അടക്കം 40 ലക്ഷം കൊടുക്കേണ്ടതാണ്, അതും കൊടുക്കാം. ഈ ദ്രോഹി എന്നെ കുറേ കാലം കൊതിപ്പിച്ച് നടത്തിയിട്ട് ഒരു ദിവസം എന്നോട് പറയുകയാണ്, സംവിധാനം പഠിച്ചതിൽ കൂട്ടിക്കൊള്ളാം, 300 എപ്പിസോഡിൽ സംവിധാനം പഠിച്ചതിൽ കൂട്ടിക്കോ, പൈസ തരില്ല. സുകുമാര ഷാർജയോട് പറഞ്ഞ് ഒരു കേസ് കൊടുത്ത് സാർ വാങ്ങിച്ചോളൂ, ഞാൻ ചെക്കും മുദ്രപത്രമൊക്കെ തന്നതല്ലേ. അങ്ങേര് ചെയ്യില്ല എന്ന് വിചാരിച്ച് ഷാർജയിലായതുകൊണ്ട് സുകുമാര സാറ് ചാലക്കുടിയിൽ കേസ് ഫയൽ ചെയ്തിട്ട് പുള്ളി അങ്ങ് പോയി. അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ തന്നെ അവനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ അറിയാതെ പോയി സുകുമാര ഷാർജയെ കാണാൻ നോക്കി. അദ്ദേഹം കണ്ടില്ല. അദ്ദേഹം പറഞ്ഞു, ദിനേശ് വഴിയാണ് എനിക്ക് ഇയാളെ പരിചയം, നിങ്ങളാരും എനിക്ക് പരിചയമില്ല, നിങ്ങളാരും എൻ്റെ സംസാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഷാർപ്പായി. കാരണം അദ്ദേഹം ചെറിയ കള്ളങ്ങൾ പോലും അംഗീകരിക്കുന്ന ആളല്ല. അവസാനം കോടതിയിൽ വിധിയാവാൻ തീരുമാനമായി. അപ്പോൾ ഈ കള്ളൻ്റെ വക്കീൽ കള്ളനോട് പറഞ്ഞു, മറ്റന്നാൾ വിധി വരുന്നത് നിങ്ങൾക്ക് പ്രതികൂലമായിട്ടായിരിക്കും, അകത്താവും എന്ന് പറഞ്ഞു. കാരണം എല്ലാ തെളിവും സുകുമാര ഷാർജയിൽ ഇരിക്കുകയല്ലേ. ഇവൻ ഒരു നാണവുമില്ലാതെ എന്നെ വിളിച്ച് പറഞ്ഞു, ദിനേശേ, മറ്റന്നാൾ കോടതിയിൽ വിധി വരെയാണ്. ഞാൻ പറഞ്ഞു, അതിന് ഞാൻ തോന്നണം? അല്ല, ഞാൻ നിൻ്റെ സുഹൃത്തായിരുന്ന ആളല്ലേ, തെറ്റുപറ്റി എനിക്ക്, ഞാൻ തെറ്റ് കാണിച്ചിട്ടുണ്ട് നിന്നോട്, മര്യാദയില്ലായ്മ കാണിച്ചു, എനിക്കൊരു സഹായം ചെയ്യണം. ഞാൻ എന്താണ്? സുകുമാര ഷാർജയോട് പറഞ്ഞിട്ട് എത്ര ചെക്ക് വേണമെങ്കിലും എത്ര മുദ്രപത്രം വേണമെങ്കിലും ഞാൻ പുതിയത് കൊടുക്കാം, ആ കേസൊന്ന് പിൻവലിക്കാൻ പറയണം. അല്ല, പിൻവലിച്ചില്ല എങ്കിൽ ഞാനൊരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കുമെങ്കിൽ ഞാൻ പിറ്റേന്നിറങ്ങി ആത്മഹത്യ ചെയ്യും. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ
ഒരു പാവപ്പെട്ട വീട്ടിലൊരു പെണ്ണിനെ, തൊലി വെളുപ്പ് മാത്രമുള്ള ഒരു പെണ്ണിനെ പ്രേമിച്ച് കിട്ടിയതാണ്. പ്രേമിച്ച് കിട്ടിയല്ല, നാട്ടുകാർ പിടിച്ച് കെട്ടി വെച്ച് കൊടുത്തതാണ്. ഇവൻ പോയാൽ കുട്ടികളൊന്നുമില്ല, ഇവൻ പോയാൽ അവൾ എന്താവുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അവൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചവളാണ്. കാരണം എൻ്റെ വീട്ടിൽ വിളിച്ച് ഒരു ദിവസം സിന്ധുവിനോട് പറയാണ്, നിൻ്റെ മോൻ നിനക്ക് ഉതവില്ല എന്നൊക്കെ പറഞ്ഞവളാണ്. ഏത് 25 ലക്ഷം രൂപ സഹായിച്ചവൻ്റെ ഭാര്യയോട് പറയുകയാണ്. എന്തായാലും എനിക്കത് കേട്ടപ്പോൾ പ്രയാസം തോന്നി. ഒരുപാട് പേര് എന്നെ കുറ്റപ്പെടുത്തി. പിന്നെ ഞാൻ ശാന്തി വിളി ചെന്നിട്ട് ഷാർജയിലേക്ക് വിളിച്ച് ഞാൻ പറഞ്ഞു, സാറേ മറ്റന്നാൾ വിധി വരും. അതെ വരും ദിനേശ്, ഉറപ്പായിട്ടും അവൻ അകത്താവും. ഞാൻ പറഞ്ഞു, സാറേ അവൻ പറയുന്നതേ, സാറ് പറയുന്ന എന്ത് വേണോ ചെയ്യാമെന്ന് പറയുകയാണ്. സാറേ നമ്മൾ എത്ര രൂപ എന്തിനെല്ലാം സാറ് കളഞ്ഞു. സാറിന് എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, എൻ്റെ ഒരു പഴയ സുഹൃത്തല്ലേ സാർ, ആ കേസ് പിൻവലിക്കണം സാർ. ദിനേശ് ഇത് എന്താ പറയണേ? ഒരു കാര്യം ചെയ്യൂ, അയാൾ ഇന്നൊരു 10 ചെക്കും 10 മുദ്രപത്രവും 100 രൂപയുടെ 10 പത്രവും ഒപ്പിട്ട് വാങ്ങിക്കും. ഞാൻ പറഞ്ഞിട്ട് എന്തിനു സാറേ, ഇതുപോലൊരു ദുഷ്ടനുമായിട്ട് ഞാൻ എന്തായാലും ഇനി ജീവിതത്തിൽ ഒരു ബന്ധം ഉണ്ടാക്കില്ല, സാറും ഉണ്ടാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തിനാ ദിനേശ് അയാളെ കേസ് പിൻവലിക്കാൻ പറഞ്ഞത്? ഞാൻ അതൊരു മനുഷ്യത്വപരമായ കാര്യമാണ്. കാരണം യവനകത്തായാൽ അവൻ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അവൻ 100 പ്രാവശ്യം ആത്മഹത്യയില്ല സാർ, അത്ര കള്ളനാണ്. പക്ഷേ അവൻ്റെ ഭാര്യ അനാഥയായിപ്പോവും സാർ. എന്നെ ഒരുപാട് ദ്രോഹിച്ചവളാണെങ്കിൽ അവൾ അനാഥയാവുന്നത് ശരിയല്ലല്ലോ സാർ. പിറ്റേ ദിവസം രാവിലെ സുമാര ഷാർജ ആ കേസ് പിൻവലിച്ചു. അവനെ അന്ന് സപ്പോർട്ട് ചെയ്ത എൻ്റെ വേറൊരു സുഹൃത്തുണ്ട് സിനിമയിലെ, അവനെ കൊണ്ടുപോയി എറണാകുളത്തൊരു സ്ഥാപനം തുടങ്ങി. എന്നെ വെല്ലുവിളിക്കും പോലെ, എടാ കണ്ടടാ നിന്നെ വലിപ്പിച്ചവനെ ഞാനിതാ കൊണ്ടുപോയി എൻ്റെ സ്ഥാപനത്തിൻ്റെ MD ആക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി എറണാകുളത്ത് താമസിപ്പിച്ച്, ഒരു വാടക വീടൊക്കെ കൊടുത്ത് താമസിപ്പിച്ചു. എന്നിട്ട് ഈ സാറിന് ശനിയാഴ്ച കാറിൽ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇവൻ തന്നെ ഡ്രൈവറായിട്ട് കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിൽ വിടും. സാർ AC കോച്ചിൽ കയറി തിരുവനന്തപുരത്ത് ഇറങ്ങും. ഞായറാഴ്ച ഇവിടുത്തെ ഭാര്യയുടെ കൂടെ നിൽക്കും. തിങ്കളാഴ്ച കാലത്തെ സാർ വീണ്ടും ട്രെയിനിൽ വരുമ്പോൾ എറണാകുളത്ത് കാറും കൊണ്ട് ചെല്ലി ഇവനെ കൊണ്ടുവന്ന് സ്ഥാപനത്തിൽ ഇരുത്തും. ഇതിനിടയിൽ ഇവൻ ചെയ്ത വേല അത് ഈ മുതലാളി അറിഞ്ഞോന്ന് എനിക്കറിയില്ല. അവിടെ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഒരു പെണ്ണുമായിട്ടാണ് പുറത്ത് എറണാകുളത്ത്. ഇവിടെ ഒറിജിനൽ ഭാര്യ, ഇവിടുത്തെ ഒറിജിനൽ ഭാര്യ അറിയുന്നില്ല അവിടെയാണെന്ന്. കാരണം ഈ ഒറിജിനൽ ഭാര്യ മാസത്തിൽ 20 ദിവസമെങ്കിലും ലോകം മുഴുവനുള്ള അമ്പലങ്ങളിൽ പോണ ഒരു സ്ത്രീയാണ്. അവൾ ദൈവങ്ങളെ അന്വേഷിച്ചു പോയി, ഇവൻ അവിടെ വേറെ പുറത്ത്. അവസാനം ഒരു ദിവസം അറിയുന്നു, ഈ ഞങ്ങളുടെ 2 പേരുടെയും കോമൺ സുഹൃത്തായ ആളുടെ സ്ഥാപനത്തിൻ്റെ പാർട്ട്ണർമാരിൽ ഒരാൾ യവനെന്ന് എഴുതി ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് കളഞ്ഞു. സ്ഥാപനം അടിക്കടി നഷ്ടത്തിലേക്ക് പോവുകയും ഏതാണ്ട് 250 കോടി രൂപയുടെ നഷ്ടത്തിലേക്ക് വന്നപ്പോൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ വിളിച്ച്, ഇതിങ്ങനെ മുമ്പോട്ട് പോയാൽ ശരിയാവില്ല, നമുക്കിവിടെ വെച്ച് പിരിയാമെന്ന് പറഞ്ഞപ്പോൾ, പിരിയാം, എൻ്റെ ഷെയർ എടുക്കും എന്ന് പറഞ്ഞു. ഏത് ഷെയർ? ഈ സ്ഥാപനത്തിൽ ഞാൻ ഷെയർ ഹോൾഡറല്ലേ എന്ന്. അപ്പോഴാണ് അറിയുന്നത് ഈ സ്ഥാപനം തുടങ്ങിയ മുതലാളിയുടെ ഭാര്യയും മാത്രമാണ് മുതലാളി. പക്ഷേ മുതലാളി അറിയാതെ ഈ ദ്രോഹി വഞ്ചകൻ അവൻ്റെ പേരോട് എഴുതി ചേർത്ത്. എന്നോട് എൻ്റെ ആ സുഹൃത്ത് പറഞ്ഞത്, ദിനേശേ ഞാൻ എറണാകുളത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നല്ല ബന്ധമുള്ള ആളാണ്, പ്രത്യേകിച്ച് CITU ആയിട്ട്. ഞാൻ എൻ്റെ കുടുംബം വിറ്റിട്ടായാലും ശരി CITUക്കാരെ കൊണ്ട് ഇവനെ കൊന്നിരിക്കും. ഞാൻ അവനെ കൊന്നാൽ നിൻ്റെ പിള്ളേർക്കും നിൻ്റെ ഭാര്യയ്ക്കും ആളില്ലാതെ പോകും. ആവശ്യമില്ലാതെ പിടിവാശി പിടിക്കാതെ നീ കൊണ്ടു കിടന്നതല്ലേ, എനിക്കെതിരെ വരെ പണി തന്നപ്പോഴും നീ കൂടെ കൊണ്ടു കിടന്നതല്ലേ, എന്തെങ്കിലും കൊടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. അവസാനം 10-15 ലക്ഷം രൂപ കൊടുത്ത് ആ പാർട്ട്ണർഷിപ്പ് എഴുതി വാങ്ങിച്ചു. അങ്ങനത്തെ ഒരു ദ്രോഹി നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പോഴും അവൻ ഇവിടെ വിലസി നടക്കുന്നു, പൂജപ്പുരയിൽ വീടൊക്കെ വെച്ച് കാറും ഈ പറഞ്ഞ പോലെ 10,000-ൻ്റെ ഉടുപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്തോ വിദേശത്ത് പിള്ളേരെ പഠിക്കാൻ എന്തോ അയക്കുന്ന ഒരു തരികിട സെറ്റപ്പ് വരണമെന്നാണ്. എല്ലാം പറ്റിപ്പാണ് ജീവിതത്തിൽ. നേരെ പോലുള്ള ഒരു പരിപാടിയില്ല. പക്ഷേ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് കേട്ടാൽ, ഞാൻ വാടക വീട്ടിൽ കിടക്കുമ്പോൾ അവൻ സ്വന്തമായ വീട്ടിൽ വില കൂടിയ കാറിൽ വില കൂടിയ വസ്ത്രങ്ങളും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നടക്കുന്നുണ്ട്. അതിനേക്കാൾ രസം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മരിച്ചുപോയ ഗുരുനാഥനില്ലേ ഹരികുമാർ, എന്നെ വലിപ്പിച്ചതുകൊണ്ട് പുള്ളിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. നീ ദിനേശനെ വലിപ്പിച്ചതല്ലേ, അതുകൊണ്ട് മരിക്കുന്നവരെയും നല്ല കമ്പനിയായിരുന്നു. കാരണം മരപ്പെട്ടിക്ക് ഈനാൻ വെച്ച് കൂട്ട് എന്ന് പറഞ്ഞ പോലെ. ഇത് എന്താ പറയുക, അനുഭവങ്ങളിൽ നിന്ന് ഞാൻ അതിൽ നിന്നാണ് പഠിച്ചത്. സുഹൃത്തെന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്നവനെയൊക്കെ വിശ്വസിക്കരുതെന്ന് പഠിച്ചത്. ഈ സീരിയൽ നിർമ്മിച്ചവനും അവൻ ഒത്താശ ചെയ്ത എറണാകുളത്തുള്ള മറ്റേ സ്ഥാപനം ഇട്ടെന്ന് പറഞ്ഞില്ലേ, അവനും കൂടെ ചേർന്ന് എന്നെ പറ്റിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെ നടക്കുന്നവന്മാരെ എനിക്കിട്ട് പണിയുന്നവന്മാരാണെന്ന്. അതൊരു സിനിമയിലെ പറ്റിപ്പിൻ്റെ കഥയാണ് ഇല്ലേ. അതുപോലെ വേറൊരു പറ്റിപ്പ് പറയാം. മുസ്ലിങ്ങളെല്ലാം കേരളത്തിലെ ഹൈന്ദവ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വൃത്തികെട്ടവന്മാരാണെന്ന് പറഞ്ഞിട്ട് ഒരു അഖിലേന്ത്യാ മുസ്ലിമായിട്ട് നടന്ന ഒരുത്തൻ എന്തോ അവസാനം പേരൊക്കെ മാറ്റി ചാനൽ ചർച്ചയിലൊക്കെ ഒന്ന് തലകുത്തി പറയുമായിരുന്നു. താമരസിംഹൻ എന്നൊക്കെ പേരൊക്കെ ഇട്ട് അവൻ മാപ്പിള ലഹള എന്ന് പറഞ്ഞാൽ നായന്മാർ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്ത് കിണറ്റിലിട്ടതിൻ്റെ കഥയാണെന്നൊക്കെ പറഞ്ഞ്, ഞാൻ ഒറിജിനൽ കഥ ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ മണ്ടന്മാരെല്ലാം കൂടി സ്വന്തം മാല വരെ വിറ്റ് അവൻ അയച്ചു കൊടുത്തു. എത്രയോ കോടി രൂപ, കണക്കില്ല എത്ര കോടിയെന്ന് ആക്കും മറന്നിട്ടാ.
ഇവൻ എന്തെന്ന് വെച്ചാൽ വഴിയെ പോണവനെയൊക്കെ വെച്ചൊരു തട്ടിക്കൂട്ടി ഒരു സാധനം ഉണ്ടാക്കി ഈ പൈസ ഇട്ടവന്മാരെ തലയിൽ വെച്ച് കൊടുത്തു. ഇതാ ഞാൻ സാധനം ചെയ്തിട്ടുണ്ട്, ഇനി വിൽക്കാതിരിക്കുക, അത് നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവനൊരു സുപ്രഭാതത്തിൽ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പാർട്ടിയിൽ നിന്ന് വരെ, താമര പാർട്ടിയിൽ നിന്ന് വരെ പുറത്തു പോയി സുഖിക്കുന്നു. ആലോചിച്ച് നോക്കിയേ, കോടിക്കണക്കിന് രൂപ അവൻ്റെ അക്കൗണ്ടിലായി. അവൻ ഇനി ഒരു രാഷ്ട്രീയത്തിലും ഒരു തേങ്ങയിലും നിൽക്കില്ല. കോടിക്കണക്കിന് രൂപ ആളുകളെ പറ്റിച്ചു. വർഗീയത പറഞ്ഞപ്പോൾ മണ്ടന്മാരെല്ലാം കയ്യിരുന്ന കാശ് മുഴുവൻ കൈ അയച്ചു കൊടുത്തു. ആ TG മോഹൻദാസ് എന്ന് പറഞ്ഞ് ഞാൻ ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്നത്, എനിക്കങ്ങനെ ഇഷ്ടമാണ്. ഇപ്പം തന്നെ അങ്ങനെ കൃത്രിമ ഗൗരവമൊക്കെ പിടിച്ചിരിക്കുമല്ലോ. അദ്ദേഹത്തെ ഒരു ചാനൽ ഇൻ്റർവ്യൂ ചെയ്യാണ്, ഏതോ ഒരു ഹൈന്ദവ ചാനലാണ്. ഒരു പെൺകുട്ടി ആവശ്യത്തിന് അനാവശ്യത്തിനും തലയൊക്കെ ദേഹമൊക്കെ ഇട്ടാട്ടുന്ന ഒരു പെൺകുട്ടി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. TG മോഹൻദാസ് ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുകയാണ്. കേരളത്തിൽ 2026 തിരഞ്ഞെടുപ്പിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നാണ് താങ്കളുടെ അഭിപ്രായം? TG മോഹൻദാസ് ഇങ്ങനെ ഇരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ചത് ഒന്നീ K സുരേന്ദ്രനെ പറയും, ഇല്ലെങ്കിൽ മുരളീധരനെ പറയും, ഒന്നുമില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ പറയും, കുമ്മനത്തിനെ പറയും എന്നൊക്കെ വിചാരിച്ച്. TG മോഹൻദാസ് ഇങ്ങനെ വളരെ ഗൗരവത്തോടെ ഇരുന്നിട്ട് പറയുന്നത്, അതെന്താ പറയാനിരിക്കുന്നു, മൂന്നാമതും പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും. ഇങ്ങനെ പറയുന്ന ആളാണ് TG മോഹൻദാസ്. ആ മോഹൻദാസ് ഈ താമരസിംഹനെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്തോണം കാണാൻ, ഹൈന്ദവരെ ഉദ്ധരിക്കാനായിട്ട്. അവൻ കോടിക്കണക്കിന് രൂപ അടിച്ചുകൊണ്ട് പോയി. ഇവിടെ കേരളത്തിൽ ആരെങ്കിലും ഇപ്പോൾ അവനോട്, എടാ നീ ഒരു സിനിമ ചെയ്യാനെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ പറ്റിച്ച് പൈസ എടുത്തല്ല, ആ പടത്തിൻ്റെ ഞങ്ങളുടെ ഷെയർ എവിടെ, ഞങ്ങളിട്ട പൈസ എവിടെയെന്ന് ആരെങ്കിലും ചോദിക്കുന്നത് നിങ്ങളാരെങ്കിലും കേരളത്തിൽ കണ്ടിട്ടുണ്ടോ? ആരും ചോദിച്ചില്ല. പോയവരെല്ലാം പോയി. ഹൈന്ദവരെ ഉദ്ധരിക്കാൻ വേണ്ടി ചെയ്തതാണ്. അവൻ പറ്റിച്ചുകൊണ്ട് പോയി. ബുദ്ധിയുള്ളവന്മാരാണെന്നേ പറ്റിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്തിടെ മുഖ്യമന്ത്രി ഒരു കമൻറ്റ് പറഞ്ഞു, എന്നെ ഒന്ന് പറ്റിച്ച് താ എന്ന് പറഞ്ഞ് തലനീട്ടി കൊടുക്കുന്നവരാണ് കേരളത്തിൽ ഭൂരിപക്ഷമെന്ന്. ശരിയാണ്. ഇപ്പോൾ തന്നെ പാതി വില എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫ്രോഡ് ചെറുക്കൻ ചെയ്ത വേല ആയിട്ടില്ലേ? അവൻ 1200 കോടി രൂപ അടിച്ചോട്ട് ചെയ്തു. പാതി വിലയ്ക്ക് സാധനം തരാമെന്ന് പറയുമ്പോൾ ഈ ഫ്രീ കിട്ടിയാൽ ആസിഡും കുടിക്കും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ മലയാളിയുടെ ഒരു സ്വഭാവം. തൃശ്ശൂർ റൗണ്ടിൽ 1000-ഓളം ചിട്ടി കമ്പനി ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ തൃശ്ശൂർ പറയുന്ന കുറി കമ്പനി എന്നാണ്. അപ്പോൾ ഒരു ദിവസം രാവിലെ നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു കുറി കമ്പനിയുടെ താഴെ കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും നിൽക്കുക, പെണ്ണുങ്ങൾ നെഞ്ചിലിട്ട് ഇടിച്ച് കരയുക, ആണുങ്ങൾ മൂക്കൊലിക്കുക ഒക്കെ ചെയ്യും. എന്തെന്ന് ചോദിക്കും, പറയും ഈ കുറി കമ്പനി പൊളിഞ്ഞു, ഞാൻ എൻ്റെ മോളെ കെട്ടിക്കാനായിട്ടുള്ള പൈസ ഇവിടെ ഇട്ടിരിക്കുകയായിരുന്നു കുറിക്ക്, അത് പോയി, മോന് വെളിയിൽ പോകാനായിട്ട് പൈസ ഇട്ടിരിക്കുകയായിരുന്നു, അത് പോയി എന്നൊക്കെ പറഞ്ഞ് കരയും. ഇതിൻ്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ, ആ കുറി കമ്പനിക്കാരൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ശ്രീകൃഷ്ണ ചിട്ടി ഫണ്ടെന്ന് വെച്ചോളൂ. അവൻ പിറ്റേ ദിവസം ഒരു മാസം കഴിയുമ്പോൾ അവൻ മഹാവിഷ്ണു ചിട്ടി ഫണ്ടെന്ന് പറഞ്ഞാൽ അതേ മുറിയിൽ തന്നെ അവൻ വീണ്ടും തുടങ്ങിയാലും വീണ്ടും കൊണ്ടിട്ട് കൊടുക്കും. അപ്പോൾ പിണറായി പറഞ്ഞതുപോലെ എന്നെ ഒന്ന് പറ്റിച്ച് താ എന്ന് പറഞ്ഞ് തല നീട്ടുന്നവരാണ് മലയാളികൾ. ഇപ്പോൾ പാതി വിലയ്ക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 1 ലക്ഷം രൂപ വിലയുള്ള ഒരു സ്കൂട്ടർ 50,000 രൂപയ്ക്ക് തരാം എന്ന് പറയുമ്പോൾ തലയ്ക്ക് വെളിവുള്ളവർ ആരെങ്കിലും ആണെങ്കിൽ കൊണ്ടിട്ട് കൊടുക്കുമോ? 1200 കോടി രൂപയേറ്റോ അവൻ പറ്റിച്ചുകൊണ്ട് പോയെന്നാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു. അതിനേക്കാൾ രസം സത്യസായി ബാബയുടെ കേരളത്തിലെ പ്രതിപുരുഷനായിട്ട് നടന്ന ഒരു വന്ധ്യവയോധികനായ, നല്ല തൂവുള്ള ഡ്രസ്സിട്ട് നല്ല തൂവുള്ള മുടിയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് ഇതിനെല്ലാം കൊള്ളരുതായ്മയ്ക്ക് അവന് കൂട്ടുനിന്ന്. അയാൾ ഉപ്പച്ചട്ടിയിലായി, അയാളും ജയിലിലായി. എന്നിട്ട് നമ്മൾ ഇന്നും മോങ്ങും, എന്നെ പറ്റിച്ചേ. ഇതൊക്കെ ഞാനിപ്പോൾ എന്തുകൊണ്ട് എൻ്റെ വലയത്തിൽ എന്നെ പറ്റിച്ചതടക്കം ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് കേട്ടാൽ, സിനിമയിൽ ഒരുപാടെണ്ണം തട്ടിപ്പുകളുണ്ട് അല്ലേ? മോളെ മഞ്ജു വാര്യരാക്കാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിക്കുന്നവരും ചാരിത്രം വാങ്ങിക്കുന്നവന്മാരും ഉണ്ട്. മോനെ ദുൽഖറാക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നവരുണ്ട്. നിങ്ങൾ എഴുതിയ തിരക്കഥ മനോഹരമായിരിക്കുന്നു കേട്ടോ, ടൈറ്റാനിക്കിൻ്റെ മോളിൽ വരും, ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഈ തിരക്കഥ എഴുതാൻ അസ്കിതയുള്ള ചില മണ്ടന്മാരുണ്ട്. കൈ പൈസ മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല. അങ്ങനെ ആ തിരക്കഥ വെച്ച് ഒരു തട്ടിക്കൂട്ട് പടം ചെയ്ത് എല്ലാം കുത്തുവാള എടുപ്പിച്ച് കൊടുക്കും. 2.5 കോടി 3 കോടിയൊക്കെ ചിലവാക്കി 10,000 രൂപ ആൾ കേരള വിതരണത്തിൽ നിന്ന് കിട്ടിയ ഈ അടുത്ത കാലത്തും ഉണ്ട്. പടങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ എനിക്ക് വേണ്ടപ്പെട്ട ചിലരും അതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ സിനിമയിൽ ഒരുപാട് തട്ടിപ്പുണ്ട്. ഈ തട്ടിപ്പുകളെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. പക്ഷേ ആളുകൾ ഈ പിണറായി പറഞ്ഞ പോലെ എന്നാ എന്നെ തട്ടിച്ചതാ എന്ന് പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. സിനിമയിൽ നമ്മൾ ചിലരെ കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ ഇയാളൊരു മാന്യനാണല്ലോ എന്ന് തോന്നുമല്ലോ. അങ്ങനെ ഞാൻ കരുതിയ സംഗീത സംവിധാന രംഗത്ത് സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി, ചുരണ്ടിയെടുക്കാത്തതുമായ സംഗീതം വെച്ച് നല്ല പാട്ടുകളൊക്കെ ചെയ്ത ഒരുത്തൻ, ഈ പുണ്യമാസമാണല്ലോ, ഇപ്പോൾ റമദാനാണല്ലോ, പുണ്യമാസത്തിൽ അത് മുസൽമാനായ ഈ മഹാൻ മറ്റൊരു യുവാവിനെ പറ്റിച്ച കഥ കേട്ടപ്പോൾ ദേവരാജ മാഷിനെ പോലെയൊക്കെ ജീവിതത്തിലും സത്യസന്ധരായിരിക്കണം സംഗീതം എന്ന കലാ ലോകത്ത് ഉള്ളവർ എന്ന്
ഇക്കാലത്ത് നമുക്ക് ശാഠ്യം പിടിക്കാൻ പറ്റില്ല. ദേവരാജ മാഷ് ഒരു ഹോട്ടൽ മുറിയിൽ താമസിച്ചാൽ, ഒരു ഗാനമേളയ്ക്ക് പോകണമെന്ന് വെച്ചോളൂ, 30 പേരെയും കൊണ്ടുപോയാൽ മാഷ് എവിടെ താമസിക്കും അവിടെ തന്നെയാണ് അവർ താമസിക്കുന്നത്, അല്ലെങ്കിൽ അവരെവിടെ താമസിക്കും അവിടെ മാഷ് താമസിക്കും. അത്രയും മാന്യനായിരുന്നു ദേവരാജ മാഷ്. ദേവരാജ മാഷാവുന്ന ആവാൻ ഇപ്പോൾ ഉള്ള ഒരുത്തന്മാർക്കും കഴിയില്ല. കാരണം ഗോവിന്ദനാശാൻ്റെ മക്കളല്ലല്ലോ ഇവരാരും. ഗോവിന്ദനാശാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, ദേവരാജ മാഷിൻ്റെ അച്ഛൻ. മലയാള സിനിമാ സംഗീത രംഗത്ത് അടുത്തിടെ വന്നൊരു ശ്രദ്ധേയനാണ് ഷാൻ റഹ്മാൻ. നല്ല സൗന്ദര്യമുള്ള, അയാൾ ചിരിക്കുന്നതിനെ കണ്ട ഭയങ്കര രസമായിരുന്നു. അതുപോലെ അയാൾ ഈ കുട്ടിയൊക്കെ മാർക്കിടാൻ വേണ്ടി ചാനലുകളിൽ വന്നിരുന്നിട്ട് അയാൾ പറയുന്ന കമൻറ്റൊക്കെ കേൾക്കുമ്പോഴേ വളരെ ജെൻറ്റിൽമാനാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ മീശയൊക്കെ എടുത്ത് ഒരു നല്ല സുന്ദരക്കുട്ടൻ. ഏതൊക്കെ സിനിമകളിലും കണ്ടു, അഭിനയിച്ചു. അതും രസകരമായി അയാൾ ചെയ്തു. അതുപോലെ വിനീത് ശ്രീനിവാസനെ പോലെ ജീവിതത്തിൽ സത്യസന്ധത വേണമെന്ന് ധരിക്കുന്ന ആളുകളൊക്കെയാണ് ഇവൻ നടന്നത്. പക്ഷേ ഈ ഷാൻ റഹ്മാൻ എന്ന് പറഞ്ഞ മഹാൻ തികച്ചും 100% തരികിടയാണെന്ന് തോന്നുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ സിനിമാ ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാറുണ്ടല്ലോ, യൂട്യൂബിൽ ഞാൻ സജീവമാണെങ്കിലും യൂട്യൂബ് അധികം കാണാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നും ഓരോരുത്തരും ഈ വിഷയം പറഞ്ഞില്ല, ഇതേപ്പറ്റി എന്താ ഓർക്കാത്തത്, ലവനൊരു പണി കൊടുക്കണം എന്തൊക്കെ പറഞ്ഞിട്ട്, ചേട്ടനെ പറ്റി ഒരു വൃത്തികെട്ടവൻ, തിരുവനന്തപുരത്തുള്ള ഒരു ഫോട്ടോഗ്രാഫർ, ഒരു മാമ പണി നടക്കുന്ന ഒരുത്തൻ ചേട്ടനെ പറ്റി പറഞ്ഞത് ചേട്ടൻ അറിഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് പേര് വിളിച്ച് പല സജഷനും എന്നോട് പറയാറുണ്ട്. ആ എറണാകുളത്തുള്ള മറ്റേ തൊണ്ടമ്പളവും മൂക്കുള്ള ചെറുക്കയില്ലേ, അവനെ പറ്റി ഒക്കെ ഇങ്ങനെ എന്നെ തെറി വിളിക്കുന്നതൊക്കെ എനിക്കെടുത്ത് അയച്ചു തരും. ഇങ്ങനെ വരുന്ന വീഡിയോകൾ ഞാൻ നോക്കാറുണ്ട്. അടുത്തിടെ ഏറ്റവും കൂടുതൽ പേർ എനിക്ക് അയച്ചു തന്നത് ഈ ഷാൻ റഹ്മാൻ അവനെ വിശ്വസിച്ച ഒരുത്തനെ പറ്റിച്ച കഥയാണ്. കണ്ണീരിൻ്റെ കഥയാണ് കേട്ടോ അയച്ചു തന്നെ. ഷാൻ റഹ്മാൻ ദൈവവിശ്വാസി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നോയമ്പൊക്കെ കാണും, ഇപ്പോൾ റംസാനല്ലേ. തൻ്റെ വരുമാനത്തിൻ്റെ 2.5% സക്കാത്ത് കൊടുത്തില്ല എങ്കിൽ ആ സമ്പാദിക്കുന്ന പണം ബ്ലാക്ക് മണിയായി ദൈവം നിശ്ചയിക്കുമെന്നാണ് ലുലുവിൻ്റെ എല്ലാമായ യൂസഫ് അലി ബായി പറയാറ്. ജീവിതത്തിൽ എത്തിപ്പെടാവുന്ന ലക്ഷറി ലൈഫ് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണല്ലോ അങ്ങ്. പക്ഷേ തട്ടുകട പൊളിച്ചു മാറ്റപ്പെട്ട അമ്മയുടെ വേദന, അഗതികളുടെ നൊമ്പരങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങളിലും സഹായഹസ്തമായി അങ്ങ് എത്താറുണ്ട്. എങ്ങനെയാണ് പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സമയം കണ്ടെത്തുന്നത്? നിങ്ങൾ മതത്തെക്കുറിച്ച് പഠിക്കുക. മതം പറയുന്നു, നീ സമ്പാദിക്കുന്നതിൽ 2.5% പാവപ്പെട്ടവൻ്റേതാണ്. നീ 100 ഉറുപ്പിക സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1,00,000 ഉറുപ്പിക നീ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം, അതിൻ്റെ 2.5% നീ പാവപ്പെട്ടവർക്ക് കൊടുത്തില്ലെങ്കിൽ ഇത് വൈറ്റ് മണി ആവില്ല. നമ്മളിവിടെ വൈറ്റ് മണി ബ്ലാക്ക് മണി പറയുന്നല്ലോ, ടാക്സ്. അപ്പോൾ ഇത് വൈറ്റ് മണി ആവില്ല. അതാണ് മതത്തെ പഠിക്കാൻ പറയുന്നത്. നീ സമ്പാദിച്ചതിന് 2.5% നീ സക്കാത്ത് കൊടുക്കണം. റമദാന്റെ പെരുന്നാളിന് കാലത്ത് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. അത് 1 ലുക്കുമത്തോ 2 ലുക്കുമത്തോ അരി പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണം. കാരണം അവർ ഭക്ഷിക്കാതിരിക്കാൻ സാധ്യമല്ല. അവർ ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ നീ അതിൻ്റെ ഉത്തരവാദിയാണ്. 3, സ്വന്തം അയൽക്കാരൻ ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങുകയും നീ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുകയും ചെയ്താൽ ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നതിനുള്ള കുറ്റം നിന്റെ മേലാണ്. അതാണ് ഈ കരുണ വളർത്തിയെടുക്കേണ്ടത്. ലോകത്തിലെവിടെയായാലും അതൊക്കെ കച്ചവടം ചെയ്യുക, കാശുണ്ടാക്കുക, ഓടി അടക്കുക, വേറെയുള്ള സോഷ്യൽ വർക്ക് ചെയ്യുക, വേറെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ വേറെ. പക്ഷെ അതിൽ കാരുണ്യം എന്നത് മനസ്സിലില്ലെങ്കിൽ ഈ ഉള്ളതിനൊന്നും അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ. കാരുണ്യവാനായ ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് യൂസഫ് അലി ബായി പറയുന്നത്. നിനക്ക് എത്ര വരുമാനം കിട്ടുന്നോ ആ വരുമാനത്തിൻ്റെ 2.5% നീ സക്കാത്ത് കൊടുത്തിരിക്കണം, പാവങ്ങൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്തിരിക്കണം. ഇല്ല എങ്കിൽ അതിനെ ഞാൻ ബ്ലാക്ക് മണിയായിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് കാരുണ്യവാനായ അള്ളാഹു പറഞ്ഞത്. ഷാൻ റഹ്മാൻ യൂസഫ് അലി ബായി അറിയുമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നബി തിരുമേനി പറഞ്ഞിട്ടും നിസ്കരിക്കാൻ പോകുന്ന ഷാൻ അത് കേട്ടിട്ടുണ്ടാവുമോ എന്നെനിക്കറിയില്ല. കേൾക്കണം. ഇതിപ്പോൾ സക്കാത്ത് കൊടുക്കുന്നില്ല എന്ന് മാത്രം. ഷാനൊക്കെ നല്ല വരുമാനമല്ലേ. ഇപ്പോഴത്തെ സംഗീത സംവിധായകർക്ക് ദേവരാജ മാഷ് വാങ്ങിച്ചിരുന്ന കാലത്ത് വരുമാനമല്ലല്ലോ. കോടികൾ ഉണ്ടാക്കുന്നു. സ്റ്റേജ് ഷോ, മറ്റേ ഷോ, മറിച്ച് ഷോ എന്നൊക്കെ പറഞ്ഞിട്ടേ ഇഷ്ടംപോലെ കാശ് ഉണ്ടാക്കുന്ന ചുരുക്കം പേരിൽ ഒരാളാണ് ഈ ഷാൻ റഹ്മാൻ. അപ്പോൾ അത് കൊടുത്തില്ല, സക്കാത്ത് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരുത്തിൻ്റെ വേർപ്പിനെ പറ്റിച്ചിരിക്കുന്നു ഈ പുണ്യമാസത്തിൽ ഷാൻ റഹ്മാൻ എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. എന്നിട്ട് പറ്റിച്ചവനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സന്ദേശം ഞാനിത് കേൾപ്പിക്കാം. കെട്ടിയോളെ കൊണ്ട്
നിൻ്റെ പേര് ഞാൻ കേസ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതായത് ഈ ഷാൻ റഹ്മാൻ്റെ കെട്ടിയോളെ വിളിച്ച് 38 ലക്ഷം രൂപ നിങ്ങളുടെ ഭർത്താവ് എന്നെ പറ്റിച്ചു ഇക്കാന്നാണ് പറയുന്നത്. ഇപ്പോഴും ഈ പറ്റിച്ചവനെ ഇക്കാന്നാണ് വിളിക്കുന്നത്. ഞാനാണെങ്കിൽ വിളിക്കുമോ ഇക്കാന്ന്? ഞാൻ മറ്റേ മോനെ നില വിളിക്കൂ. ആ ഇക്കയോട് പറഞ്ഞ് എൻ്റെ ആ 38 ലക്ഷം രൂപ തരാൻ പറയണമെന്ന് പറഞ്ഞ് കേണപേക്ഷിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ശബ്ദം കേട്ടിട്ട് യവൻ പറയുകയാണ്, നീ എൻ്റെ കെട്ടിയോളെ വിളിച്ച് ഇനി ഫോണിൽ ശല്യപ്പെടുത്തിയാൽ. എൻ്റെ കെട്ടിയോളെന്ന് പറഞ്ഞാൽ സുൽത്താൻ്റെ മോളാണ്. അവളെ ഞാനിങ്ങനെ തരികടയെ കളിച്ച് കിടന്നെന്ന് പറഞ്ഞ് എൻ്റെ കെട്ടിയോളെ നീ ഇനി വിളിച്ചാൽ നീ വിവരം അറിയും. പറ്റിക്കപ്പെട്ടവൻ പെണ്ടാട്ടിയെ വിളിച്ച് അനാവശ്യം പറഞ്ഞതിനല്ല, നിങ്ങളുടെ കെട്ടിയോൻ എൻ്റെ ജീവിതം തകർക്കുന്ന രീതിയിൽ പറ്റിച്ചു എന്ന് പറഞ്ഞതിനാണ് ഈ ഷാൻ റഹ്മാൻ എന്ന് പറഞ്ഞവൻ പറയുന്നത്. കൊച്ചു പിള്ളേർ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സ്റ്റേജ് ഷോയിൽ മാർക്കിടാൻ ഇരിക്കുന്ന TV ചാനലുകളിൽ ഷാൻ റഹ്മാൻ്റെ വർത്തമാനങ്ങൾ കേട്ടപ്പോൾ മാന്യനായൊരു ചെറുപ്പക്കാരനാണ്, സുന്ദരനായ മനുഷ്യൻ എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. ഇവനൊരു ബോൺ ക്രിമിനലാണെന്ന് ഈ പറ്റിച്ചവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഒരുത്തനെ പറ്റിച്ചതോ പോട്ടെ, എന്നിട്ട് അവനെ ഭീഷണിപ്പെടുത്തുന്നു. ഫ്രോഡ് പണി മാത്രമേ അറിയാവൂ എന്ന് മാത്രമല്ല, പറ്റിച്ചവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു ചട്ടമ്പി സംസാരിക്കുന്ന പോലെയാണ് ഷാൻ റഹ്മാൻ സംസാരിക്കുന്നത്. നിന്നെ ഞാൻ പറ്റിച്ചു, കൂടുതൽ ആളായാൽ നീ അറിയുമെന്നൊക്കെയാണ് ഈ ചട്ടമ്പി പറയുന്നത്. വിനീത് ശ്രീനിവാസ, ഇങ്ങനെ വിശ്വസിച്ച് ഇവനെയൊക്കെ പാട്ട് ചെയ്യാനും റീറെക്കോർഡ് ചെയ്യാനും ഒക്കെ ഉള്ള ലക്ഷങ്ങളെടുത്ത് കൊടുത്താൽ നാളെ നിന്നെയൊക്കെ ഇവൻ വലിപ്പിക്കുമെന്ന് ഇനിയെങ്കിലും ഓർത്തോ എന്ന് മാത്രമേ എനിക്ക് വിനീത് ശ്രീനിവാസനെ പോലുള്ളവർ പറയാനുള്ളൂ. സംഗതി എന്താണെന്ന് പറയാൻ വിട്ടു. ഈ ഓഡിയോ ഒന്ന് കേട്ടു വരും. പെട്ട അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഷാൻ റഹ്മാൻ എത്രത്തോളം ഞാൻ വിശ്വസിച്ചു, പക്ഷെ പുള്ളി എന്നെ കൂടെ നിർത്തി ചതിക്കുകയാണ് ചെയ്തത്. ഷാനിക്കായാലും ശരി, സൈറയെത്തിയാലും ശരി, രണ്ടുപേരും ഒരുമിച്ച് നിർന്ന് നമ്മളെ പറ്റിക്കുകയാണ് ചെയ്തത്. കാരണം ഉയരെ 2025 ഞാനായിരുന്നു പ്രൊഡക്ഷൻ വർക്ക് ഫുള്ള് ചെയ്തത്. ടോട്ടൽ പ്രൊഡക്ഷൻ ഞാനാണ് ചെയ്തത് ഉയരയുടെ. ബട്ട് ഈ നിമിഷം വരെ ഇത്രയും വർക്ക് ചെയ്തിട്ട് ഒറ്റ രൂപ പോലും നമുക്ക് തരുന്നില്ല ബ്രോ. പൈസ ചോദിച്ചപ്പോഴത്തേന് പ്രമോഷൻ കിട്ടി നിനക്ക് എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് പറയുന്നത്. അത്രത്തോളം കടപ്പെട്ട് ഒരു ഷോ കാരണം ചെറിയൊരു എമൗണ്ടല്ല ഇവരെന്നെ പറ്റിച്ചത്. 38 ലക്ഷം രൂപയാണ്. ഇനിയും ആൾക്കാർക്ക് ചെറിയ ചെറിയ എമൗണ്ടുകൾ കൊടുക്കാനുണ്ട്. എനിക്കറിയില്ല ബ്രോ എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയല്ല ഞാൻ ഇപ്പം നിൽക്കുന്നത്. എല്ലാ രീതിയിലും അവരെന്നെ മാനസികമായിട്ട് തകർത്ത് അവർ തുടക്കം മുതൽ അവരെന്നെ പറ്റിക്കണമെന്നുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തിരുന്നത്. ഓരോ കാര്യങ്ങളും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത് പറ്റിക്കണമെന്ന മെൻറ്റാലിറ്റിയിലാണ്. ഞാൻ നവംബർ 26 തൊട്ട് എഗ്രിമെൻറ്റ് ചോദിക്കുന്നു. പ്രോപ്പർ എഗ്രിമെൻറ്റ് തരുന്നില്ല. ഏറ്റവും അവസാനം ഷാൻ റഹ്മാനെ ഡയറക്റ്റ് പോയി കണ്ടു. ഞാൻ എഗ്രിമെൻറ്റ് ഞാൻ ഒരു വട്ടം ബാക്ക് ഔട്ട് ചെയ്തു. ജനുവരി 12 ഞാൻ ബാക്ക് ഔട്ട് ചെയ്തു. ഞാൻ ചെയ്യുന്നില്ല, എഗ്രിമെൻറ്റില്ല, ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് ഒരു കൂട്ടത്തിലുള്ള നിമിഷം വിളിച്ചിട്ട് പറഞ്ഞിട്ട് നിനക്ക് എന്ത് ഷാനിക്കയോട് സംസാരിക്കാൻ, ഡയറക്റ്റ് ഷാൻ ചേട്ടനെ വിളിച്ചിട്ട് കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ അതനുസരിച്ച് ഷാനിക്കയെ വിളിച്ചിട്ട് ഷാനിക്കോടെ നേരിട്ട് കടന്ന് സ്റ്റുഡിയോയിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ നേരിട്ട് പോയി കാര്യങ്ങളെല്ലാം കണ്ടു. ഞാൻ കരഞ്ഞു, ഷാനിക്ക ഞങ്ങളുടെ ഞാൻ ബാക്ക് ഔട്ട് ചെയ്യാൻ ഒരു രൂപ എനിക്ക് കളയാനില്ല ഷാനിക്ക, ഞാൻ ബാക്ക് ഔട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അത് പറഞ്ഞ് 2 ദിവസത്തിനകം നിനക്കെല്ലാം ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു. ഷാനിക്ക വന്നിട്ടും ആയില്ല. അതിന് വീണ്ടും ഞാൻ 18 തീയതി രാത്രി ഷാനിക്ക നേരിട്ട് പോയി കണ്ടു. അന്ന് എൻ്റെ കൂട്ടത്തിൽ ഗിത്താറിസ്റ്റ് ആകാശിനെ കൊണ്ട് വിളിച്ചുകൊണ്ട് ഞാൻ പോയി നേരിട്ട് കണ്ടു. ഷാനിക്ക ഇനി ആയില്ല, ഞാൻ ബാക്ക് ഔട്ട് ചെയ്യുമോ, എനിക്ക് ഷോ ചെയ്യാൻ താല്പര്യമില്ല, കാരണം പ്രോപ്പർ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പ്രോപ്പർ എഗ്രിമെൻറ്റ് എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു. ഷാനിക്ക പറഞ്ഞു നാളെ രാവിലെ നിനക്കെല്ലാം ഞാൻ ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 19 തീയതി രാവിലെ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്നു. ഞാൻ മീറ്റിങ്ങിനായിട്ട് ഇവിടുന്ന് ഇറങ്ങുന്നു. എറണാകുളത്തുനിന്ന് തേവരേന്ന് ഇറങ്ങുന്ന സമയത്ത് ഷാനിക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷാനിക്കയുടെ വൈഫ് സൈറയത്തിക്ക് മൈഗ്രെയിനാ, ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളായിട്ട് നിൽക്കുവാടാ, നമുക്കിപ്പോൾ ഈ മീറ്റിംഗ് കൂടണ്ടെന്ന്, നമുക്ക് വൈകുന്നേരത്തേക്കോ നാളെ രാവിലത്തേനോ മീറ്റിംഗ് കൂടാന്ന് പറയുന്നു. ഞാനത് കേട്ടു. സുഖമില്ലെന്ന് പറയുമ്പോൾ നമ്മളെന്താ ബ്രോ പറയുന്നത്? ഞാൻ ഓക്കെ, അത് കേട്ടു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ, അന്ന് തന്നെ വിളിച്ചില്ല, പിറ്റേ രാവിലെ ഞാൻ അങ്ങോട്ട് വിളിച്ചു, എടുത്തില്ല. അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് കഴിഞ്ഞിട്ട് നീ ഒരു ടെൻഷനും വേണ്ട, ഈ ഷോ ഫുൾ ഓഫ് ചെയ്യാം, നിൻ്റെ ലാഭമായാലും നഷ്ടമായാലും നിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഞാൻ തരാം, 35 lakhs ഞാൻ തരാന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നു. ഓഹോ, അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ വഞ്ചിക്കിടെന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അല്ലേ? കേട്ടല്ലോ. മമ്മൂക്കയുടെ മകൻ ദുൽഖറിനെ കുറിച്ചും ഏതോ ഒരു അറോറ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഈ പറ്റിച്ചവൻ്റെ പേര് സിജു എന്നാണ്. എൻ്റെ ഭാര്യയ്ക്ക് തലവേദന ഉണ്ടാക്കിയാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നാണ് ഷാൻ റഹ്മാൻ്റെ ഭീഷണി. നിനക്കെൻ്റെ സ്വഭാവം അറിയില്ല, ഇടഞ്ഞാൽ ഞാൻ ഇടഞ്ഞതാ. എടാ, നാണമുണ്ടെങ്കിൽ ഒരു ചെറുക്കനെ കൊണ്ട് ഒരു സ്റ്റേജ് ഷോ ചെയ്യാനായിട്ട് 35 ലക്ഷം രൂപ മുടക്കാൻ പറഞ്ഞ് അവൻ 38 ലക്ഷം രൂപ മുടക്കിയിട്ട്
അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന നാണമുണ്ടെങ്കിൽ, നീ ഈ തൊലിവെളുപ്പും ഈ പുഞ്ചിരി ചിരിയൊക്കെ ആയിട്ട് നടക്കും, കോളിനസ് ചിരിയായിട്ട് അങ്ങ് നടക്കുന്ന നിനക്ക് നാണമുണ്ടെങ്കിൽ, ആണെന്നുള്ള വർഗത്തിന് അപമാനമല്ലേ എന്നെ പോലുള്ള ചതിയന്മാർ. ഷാനിക്കയെയും സൈറയുടെയും സ്നേഹിച്ചവനായിരുന്നു ഞാനെന്ന് ഈ പറ്റിക്കപ്പെട്ടവൻ പറയുന്നു. അവൻ അപ്പോഴും വിളിക്കുന്നത് ഷാനിക്ക, സൈറയുടെത്തി, നിൻ്റെ അമ്മ പെറ്റതായത് രണ്ടും. എടാ മറ്റവനെന്നാണ് വിളിക്കേണ്ടവനെയൊക്കെ. കുത്തിന് പിടിച്ച് നിർത്തണം. എവിടെയെങ്കിലും വില കൂടിയ കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ കുത്തിന് പിടിക്കണം. പക്ഷേ അവൻ പറയുന്നത് എൻ്റെ കയ്യിൽ ആളുണ്ടെന്നാണ്. ഇവൻ ഏത് നാട്ടുകാരനെന്ന് എനിക്കറിയില്ല, എവിടെയോ അവനും ഗുണ്ട സെറ്റപ്പൊക്കെ കാണുമായിരിക്കും. കാരണം കയ്യിൽ വേർക്കാത്ത ഒരുപാട് കാശിരിക്കുകയല്ലേ, ഇതുപോലെ പറ്റിച്ച പൈസയൊക്കെ കാണും. ഒരു പ്രോഗ്രാം സക്സസ് ആയാൽ നടത്തുന്ന ഈവൻറ്റ് മാനേജ്മെൻറ്റിന് വിശ്വാസ്യത വരും ഇല്ലേ? അതിനർത്ഥം ഷോ നടത്തിപ്പിനായി ആ കമ്പനി ചെലവിട്ട 35 ലക്ഷം കൊടുക്കണ്ട എന്നാണോ? ഇവൻ പറഞ്ഞത് അങ്ങനെയാണ്. നിനക്ക് നല്ല പേര് കിട്ടിയില്ലടാ, എല്ലാവരും ചോദിക്കുന്നു, നിൻ്റെ പ്രോഗ്രാമിനെ കുറിച്ച് തന്നെ ആളുകളെല്ലാം പറയുന്നു. അപ്പോൾ അസലായി നീ അത് ചെയ്തു കേട്ടോ. പിന്നെ നീ അഡീഷണലായിട്ടും കുറേ കാശ് ചിലവാക്കിയല്ലേ. എന്നിട്ട് ഇതെല്ലാം കൂടെ കൊണ്ട് മുങ്ങിയിട്ടാണ് പറ്റിച്ചവൻ ചീത്ത വിളിക്കുന്നത്. ഡോക്യുമെൻ്റ് ഇല്ലാതെ പ്രൊഡക്ഷൻ ഏറ്റെടുത്ത് ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നടത്തിപ്പുകാരൻ നിജു കാണിച്ചത് ഹിമാലയം മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. ഡോക്യുമെൻറ്റുകൾ എപ്പോഴും ഉണ്ടാവണം. ഞാൻ തിരുവനന്തപുരത്തുള്ള ലോക തരികിടയായ, ജീവിതം മുഴുവൻ തരികിട കൊണ്ട് കിടക്കുന്ന, ദൈവത്തിൻ്റെ പേര് പറയാവുന്ന, എന്തിനു പറയുന്നില്ലേ, ആറ്റുകാൽ ഭഗവതിയുടെ പേര് പറയുന്നു. ആറ്റുകാൽ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് വെച്ച് കിടക്കുന്ന ഒരു എംബോക്കിയുണ്ട് തിരുവനന്തപുരത്ത്. എൻ്റെ കഷ്ടകാല സമയത്ത് ഞാൻ അവൻ്റെ നിന്നൊരു 2 ലക്ഷം 3 ലക്ഷം രൂപ വാങ്ങി. പലിശ മുടങ്ങിയപ്പോഴേ ഞാനൊരു നല്ല ബന്ധമായിരുന്നു. ഞാൻ പറഞ്ഞു, പലിശ മുടങ്ങി, പക്ഷേ നിങ്ങളുടെ ഒരു പൈസ ഞാൻ മുടങ്ങാതെ തരാം, അല്പ സാവകാശം വേണം. അങ്ങനെ നീണ്ടുപോയി. വർക്ക് പുതിയത് തുടങ്ങാനും പറ്റിയില്ല, കടം കയറിപ്പോയി. അപ്പോൾ ഇവൻ്റെ മകളുടെ പ്രായമേ ഉള്ളൂ എൻ്റെ ഭാര്യയ്ക്ക്. ഈ വൃത്തികെട്ടവൻ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന്, ഞാനില്ലാത്തപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയുടെ അനാവശ്യം സംസാരിച്ചു. അതിന് മുമ്പോ അതിന് ശേഷമോ എൻ്റെ മകൻ ഒരു അനാവശ്യ വാക്ക് സംസാരിച്ചിട്ടില്ല. ഇതറിഞ്ഞ അന്നാണ് ഞാനൊരു തീരുമാനം എടുത്തത്. 1,65 ലക്ഷം രൂപ പറഞ്ഞ വീട്, ഞാൻ കൊടുക്കാതിരുന്ന വീട്, ഞാൻ 1,30 ലക്ഷത്തിന് വിറ്റു. കാരണം യവൻ ഒരുത്തൻ നിർത്താം. യവനല്ല, ഇനി ഒരുത്തനും കൂടെ ഉണ്ട്, 2 പേരുണ്ട്. അങ്ങനെ 1,30 ലക്ഷം രൂപയ്ക്ക് ഞാൻ എഗ്രിമെൻറ്റ് വെച്ചപ്പോൾ തന്നെ ഇയാളെ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, തന്നെ കൈ കിട്ടിയാൽ ഇടിച്ച് പഞ്ചറാക്കേണ്ടതാണ്, ഞാൻ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ സിന്ധുവിനോട് അങ്ങനെ മോശമായി പറഞ്ഞവനാണ്. പക്ഷേ പോട്ടെ, ഞാൻ 2 ബാങ്ക് ഓഫ് ബറോഡയുടെ ഒരു ചെക്കും കാത്തൽ സിറി ബാങ്കിൻ്റെ ഒരു ചെക്കും 100 രൂപയുടെ ഒരു പത്രവും തന്നിട്ടുണ്ട്. അതെടുത്ത് വയ്ക്ക്, എത്രയും വേഗം പൈസ തരാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. 2 ദിവസം കഴിഞ്ഞ് അവൻ എന്നെ വിളിച്ചു. അതെ, ഞാൻ ഈ വീട് മാറുന്നതിനിടയിൽ ആ ചെക്കുകളും പത്രവും എവിടെ പോയി, എന്ത് ചെയ്യും? അവൻ അയ്യോ അത് പ്രശ്നമാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ അന്ന് വൈകുന്നേരം ഞങ്ങൾ 2 പേരുടെയും പരിചയക്കാരനായ ഒരു നാടകക്കാരനെ കണ്ടപ്പോൾ അയാളുടെ പറഞ്ഞു, അവൻ്റെ വീട് വിൽക്കാനെല്ലാം ഓക്കെ ആയി, പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവനിട്ടൊരു പണി കൊടുക്കും എനിക്ക്. അപ്പോൾ ഈ നാടകക്കാരൻ എന്നോട് പറഞ്ഞു, ചേട്ടാ പൈസ കൊടുക്കുന്നെങ്കിൽ ആ എഗ്രിമെൻറ്റിൽ ആ കൊടുത്തിരുന്ന എല്ലാ ഡോക്യുമെൻറ്റും വാങ്ങിച്ചിട്ട് കൊടുക്കുകയും പറ്റിക്കും. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ കൊടുത്തോളാം തന്നെ. 2 ചെക്ക് ഒരു മുദ്രപത്രമില്ല, അങ്ങ് പോട്ട് കളഞ്ഞു പോയല്ലേ എന്ന് വിചാരിച്ചെന്നെ. വേറെ ആരാണെങ്കിലും ഞാൻ വിചാരിക്കും. ഇത് ഇങ്ങനെ കേട്ടതുകൊണ്ട്, അതായത് ഇത് കഴിഞ്ഞ് അവന് ഞാൻ ഒരു പണി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ കയറി പിടിച്ചപ്പോൾ അയ്യോ അത് കാണാനില്ല, ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കാണാനില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, താങ്കളൊരു കാര്യം ചെയ്യും, ഒരു 200 രൂപ പത്രം വാങ്ങിച്ച്, ഇങ്ങനെ ബാങ്ക് ഓഫ് ബറോഡയുടെയും കാത്തൽ സിറി ബാങ്കിൻ്റെയും 2 ചെക്ക്, ദിനേശ് തന്ന ചെക്ക് കൈമോശം വന്നു, ഒരു പത്രവും മുദ്രപത്രവും. ഈ മുദ്രപത്രമോ ഈ 2 ചെക്കുകളോ ആരെങ്കിലും മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാനായിരിക്കും ഉത്തരവാദി എന്ന് എഴുതരണം. അത് തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ തരാൻ പറ്റില്ല. അത് ആരെയാണ് പൂനാണെന്ന് പറഞ്ഞ് ഇയാൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇയാൾ എന്തെന്ന് വെച്ചാൽ, പൂന്തുറയുള്ള ഒരു RSSൻ്റെ നേതാവിനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. ഹലോ ദിനേശാണോ? ഞാൻ പറഞ്ഞു അതെ. നിങ്ങൾ മറ്റേ ആറ്റുകാലുള്ള മറ്റേ അയാൾക്ക് പൈസ കൊടുക്കാണ്ട്? അവനുണ്ട്. അത് കൊടുക്കാത്തത്. ഞാനിട്ട് നീ ആര്? അല്ല ഞാനാരോ ആവട്ടെ, ഞാൻ ഇവിടുത്തെ എന്തൊരു കാര്യവാഹ്. ഞാൻ പറഞ്ഞു, നിനക്കെന്താ കാര്യം ഇതിൽ? അല്ല അത് പൈസ കൊടുത്തില്ല വിവരം പറയും. ഞാൻ പറഞ്ഞടാ, 17 വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പ് കിട്ടിയ ആളാണ് ഞാൻ. നിന്നെ ഒന്നും കേരളത്തിൽ വച്ച് പൊറപ്പിക്കാത്തത് ചുമ്മാ അല്ല. നീ എന്നെ ഒരു തേങ്ങയും ചെയ്യില്ല എന്നൊന്ന് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അത് പൊളിഞ്ഞു. 2-3 ദിവസം കഴിയുമ്പോൾ എന്നെ ഇവിടെ അസിസ്റ്റൻറ്റ് കമ്മീഷൻ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു. ഹലോ, നിങ്ങൾ ഇന്ന ആളാണോ? ഞാൻ പറഞ്ഞു അതെ. നിങ്ങൾ ഇന്നയാൾക്ക് പൈസ കൊടുക്കണം? അവനുണ്ട്. അതൊന്നും കൊടുക്കാത്തേ? ഞാൻ പറഞ്ഞു അത് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നാളെ രാവിലെ 10 മണിക്ക് വിടാൻ പറ്റും. ഞാൻ രാവിലെ 10 മണിക്ക് അവിടെ ചെന്നു. പാവം പോലെ നിന്നു.
മറ്റോ വന്നിരിപ്പുണ്ട്. അവനെ ഇരുത്തിയിരിക്കുന്നു, ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൽ നിന്ന് ആരെ കൊണ്ട് വിളിച്ച് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം വന്നേക്കുന്നത്. അതുകൊണ്ട് ഏമാൻ അല്പം ഒരു മുട കൂടുമല്ല. നിങ്ങൾ ഇയാളുടെ പൈസ കൊടുക്കാത്തത്? ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സാർ, 2 ബാങ്കിൻ്റെ ചെക്കും ഒരു 50 രൂപ 100 രൂപയുടെ ഒരു പത്രവും തരാനുണ്ട്, അത് തന്നാൽ ഞാൻ കൊടുക്കാം, ഇപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ കൊടുക്കാം. അല്ല, ഈ ചെക്കൊക്കെ 6 മാസം കഴിഞ്ഞാൽ വാലിഡിറ്റി ഇല്ല. അതുപോലെ ഈ മുദ്രപത്രത്തിനും 6 മാസം കഴിഞ്ഞാൽ വാലിഡിറ്റി ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കൊടുക്കൂ. ഞാൻ പറഞ്ഞു കൊടുക്കാം സാർ. സാർ ഒരു കാര്യം ചെയ്യൂ, സാറിൻ്റെ ലെറ്റർ പാഡിൽ ഈ 2 ചെക്കും ഈ മുദ്രപത്രവും കൈമോശം വന്നത് ആരെങ്കിലും മിസ്യൂസ് ചെയ്താൽ സാറാണ് ഉത്തരവാദി എന്ന് എഴുതരൂ. ഞാനെങ്ങനെ എഴുതരും? ഞാൻ പറഞ്ഞു പിന്നെ സാറിന് എങ്ങനെ സാറേ പോലീസിന് ഈ മീഡിയേറ്ററായിട്ട് നിൽക്കാനുള്ള വകുപ്പുണ്ടോ? സാറ് കേസ് ചാർജ് ചെയ്യും സാറേ, ഞാൻ കോടതി പോയിക്കൊള്ളാം. ഇയാൾക്കൊന്നും പറയാൻ വയ്യ, ഉത്തരം മുട്ടുകയാണ്. ഞാൻ സാറ് എഴുതി തന്നാൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നാളെ വരൂ, നാളെ പറയാം എന്ന് പറഞ്ഞു. ഞാൻ നാളെ ഒരു അല്പം കൂടെ ബുദ്ധി കാണിച്ചു. ഞാൻ നാളെ രാവിലെ പോയപ്പോൾ സിന്ധുവിനോടെ കൊണ്ടുപോയി ചെന്നു. ഞാൻ പറഞ്ഞു സാർ, ഇത് എൻ്റെ ഭാര്യയാണ്, ഇയാളുടെ മകളുടെ പ്രായമേ ഉള്ളൂ, ഞാനിപ്പോൾ 1,30,00,000 രൂപയ്ക്ക് വീട് വിറ്റ് എന്താണെന്ന് അവൾ പറയും എന്ന് പറഞ്ഞു. സിന്ധു കാര്യം പറഞ്ഞു. ഇയാളിങ്ങനെ എന്നോട് അവമര്യാദയായി സംസാരിച്ചു. സത്യം പറഞ്ഞാൽ ആ പോലീസ് ഓഫീസർക്കൊരു നല്ല സംസ്കാരം, കാരണം അയാളുടെ സ്വഭാവം അങ്ങ് മാറി. രമേശ് ചെന്നിത്തല അല്ല, അയാളുടെ അച്ഛൻ്റെ അച്ഛൻ വിളിച്ചാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ചാടി എണീറ്റിട്ട് വന്നു. എണീക്കടോ എന്ന് പറഞ്ഞു. അവൻ എണീപ്പിച്ചു. ഇറങ്ങവിളിയിൽ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്നലെ സംസാരിച്ചതൊക്കെ സോറി കേട്ടോ, നിങ്ങൾ പൈസ കൊടുക്കണ്ട, അവൻ ആ ചെക്കും മുദ്രപത്രവും തരാതെ പൈസ കൊടുക്കണ്ട. ഞാൻ ഇറങ്ങി പോരുകയും ചെയ്തു. മാസങ്ങൾ വീണ്ടും നീണ്ടുപോയി. അപ്പോൾ ഞാനെല്ലാം സത്യസന്ധമായി പറയുകയാണ്. അടൂർ ഫാസി കൾച്ചറൽ സെൻറ്റർ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ ചെയർമാനായ ഡോക്ടർ പ്രദീപ് എന്നെ വിളിച്ചിട്ട് എന്നെ പറഞ്ഞു, ദിനേശ് ചേട്ടാ, മറ്റേ അലവലാതി എനിക്കൊരു 1,00,000 രൂപ തരാനുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ ഒക്കെ പറയുന്നത് ചേട്ടൻ പൈസ തന്നാൽ തരാമെന്നാണ് പറയുന്നത്. ഞാൻ അപ്പോൾ അവൻ്റെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രദീപ് ഒരു കാര്യം, നിങ്ങൾ ഒരു പത്രം വാങ്ങിച്ചോ, ഒരു 200 രൂപ പത്രം വാങ്ങിച്ചിട്ട് അവനെ കൊണ്ട് ഇതെല്ലാം എഴുതി വാങ്ങി എനിക്ക് തന്നാൽ ഞാൻ ആ പൈസ കൊടുക്കാം. ചെയ്യുമോ? ഞാൻ പറഞ്ഞു പിന്നെ എന്ത്, പത്രത്തിൻ്റെ പൈസ നിങ്ങൾക്കും തന്നേക്കാം, നഷ്ടപ്പെടണ്ട. അത് കാര്യമില്ല, ഞാൻ തരാം എന്ന് പറഞ്ഞു. അയാൾ എന്നെക്കാളും അതിബുദ്ധിമാനാണ്. 500 രൂപ പത്രത്തിൽ ഇവനെ കൊണ്ട് എന്തെല്ലാം എഴുതണോ എഴുതണ്ടയോ എല്ലാം എഴുതിച്ചിട്ട് ഇവൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇവൻ വാടക താമസിക്കുന്ന വീട്ടിലെ വാടക ചീട്ട്, ഇവൻ്റെ കുടുംബ വീട്ടിൻ്റെ അഡ്രസ്സ് എല്ലാത്തിൻ്റെയും പകർപ്പും എല്ലാം വാങ്ങിച്ച് ഒപ്പിടിച്ച് എന്നെ വിളിച്ച് റെഡി എന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. അയാൾ വിളിക്കിട്ട് അകത്തിരിക്കുന്നു. ഞാൻ കണ്ടാൽ ഞാൻ അവനെ അടിക്കും പറഞ്ഞു. എൻ്റെ ഭാര്യയാണ് അനാവശ്യം പറഞ്ഞത്. ഞാൻ അയാളി കൊടുത്തു. അയാൾ 500 രൂപ പത്രം ഇങ്ങനെ വാങ്ങിച്ചു തന്നു. ഞാൻ അപ്പോൾ അയാളുടെ 500 രൂപ അയാൾക്ക് കൊടുത്തു. ഈ അടുത്ത കാലത്തും അവൻ ഏതോ ഒരു ചാനലിൽ പറയുകയാണ് ലക്ഷക്കണക്കിന് രൂപ ദിനേശ് പറ്റിച്ചിട്ട് കിടക്കണമെന്ന്. എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് 500 രൂപ പത്രത്തിൽ. എനിക്ക് വേണമെങ്കിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാം, യൂട്യൂബർക്കെതിരെയും വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാം. പക്ഷേ ഞാനിതൊന്നും വകവയ്ക്കാറില്ല. കാരണം വഞ്ചനയിൽ ചതി പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടെ ഭൂരിപക്ഷം പേരും വഞ്ചനയിൽ ചതി കാണിക്കുന്നവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഡോക്യുമെൻ്റ് ഇല്ലാതെ യവനെ വിശ്വസിച്ച് ഒരു പ്രോഗ്രാം ചെയ്യുക, 35 ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറയുന്നു. അതിനുശേഷം ഒരുപാട് അനാവശ്യ ചിലവുകൾ വീണ്ടും വരുന്നു. അതെല്ലാം മുടക്കി 38 ലക്ഷം രൂപ മുടക്കി പ്രോഗ്രാം വലിയ സക്സസ്സായി. ഈ കഴിഞ്ഞ മാസമായിരുന്നു എറണാകുളത്ത്, അതായത് ജനുവരി മാസം 23-ാം തീയതി തേവരയിലുള്ള സേക്രഡ് ഹാർട്ട് സ്കൂളിലായിരുന്നു പ്രോഗ്രാം. ഉയരെ 2025 എന്നായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ പേര്. എന്നിട്ട് ആ പ്രോഗ്രാം വലിയ സക്സസ് ആയപ്പോൾ ഈ ഷാൻ റഹ്മാൻ തന്നെ അവനെ വിളിച്ചിട്ട് പറയുകയാണ്, AR റഹ്മാൻ, ഹാരിസ് ജയരാജ് മുതലായവർ നടത്തിയ പ്രോഗ്രാമിനോളം തന്നെ നമ്മുടെ പ്രോഗ്രാം വലിയ സക്സസ്സായി, ഇതിനപ്പുറം ഒരു സക്സസ് വിജയം ഉണ്ടാവാനില്ല എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ വിളിച്ചു എന്ന് ഈ ഷാൻ റഹ്മാൻ തന്നെ ഈ പാവം നിജു എന്ന് പറഞ്ഞ പയ്യനെ വിളിച്ച് പറയുന്നു. ആയിരക്കണക്കിന് ആളുകളെ സന്തോഷിപ്പിച്ച നിജു സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാതെ എന്നാണ് അവൻ പറഞ്ഞത്. 38 ലക്ഷം രൂപയിലാണ് നമുക്ക് അറിയണം. പക്ഷേ അവൻ പറഞ്ഞു, നീക്ക് സങ്കടപ്പെടാതെ, പ്രോഗ്രാം വലിയ സക്സസ് ആയില്ലേ, നിൻ്റെ പൈസ ഞാൻ അടിച്ചു മാറ്റിയെങ്കിലും പ്രോഗ്രാം വലിയ സക്സസ് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ എന്ത് പറ്റിയെന്നറിയോ? ഈ നിജു എന്ന് പറഞ്ഞവൻ ഷാൻ റഹ്മാൻ്റെ ഭാര്യയെ വിളിച്ച് ഫോണിൽ, ചേച്ചി ഇക്ക എനിക്ക് ആ പൈസ വാങ്ങിച്ചു തരണം, താത്താന്ന് എന്താ വിളിച്ചിട്ട് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞതിനാണ് അവൻ ഉടക്കിയത്. ഇപ്പോൾ എന്ത് പറ്റിയിരിക്കുന്നത് കേട്ടാൽ, 1-ാം പ്രതിയായി ഷാൻ റഹ്മാനും 2-ാം പ്രതിയായി സൈറ എന്ന് പറഞ്ഞ അയാളുടെ ഭാര്യയും ചേർത്ത് പരാതി പോലീസ് സ്റ്റേഷനിൽ FIR തയ്യാറാക്കിയിരിക്കുന്നു. ബുക്ക് മൈ ഷോയിൽ നിന്നും കിട്ടുന്ന മുറയ്ക്ക് 38 ലക്ഷം രൂപ തന്നുകൊള്ളാമെന്ന് പറഞ്ഞ് പ്രോഗ്രാം നടത്തിയ ശേഷം പറഞ്ഞിരുന്ന തുക നൽകാതെ വിശ്വാസവഞ്ചന നടത്തി, ചതി നടത്തി എന്നാണ് കേസ്. ഭാര്യയെ വിളിച്ച് കാശ് തരാൻ പറയണം എന്ന് പറഞ്ഞതിനാണല്ലോ ഇവൻ ചീത്ത വിളിച്ചത്. അപ്പോൾ ആ ഇവൻ്റ് മാനേജ്മെൻറ്റ് നടത്തിയ ആ പാവം ആ നിജു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ വർത്തമാനം കേട്ടപ്പോൾ എനിക്കങ്ങ് സങ്കടം തോന്നി. താൻ കാരണം 2-ാം പ്രതിയായി FIR ഇട്ട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ
ഭാര്യയെ കയറ്റുന്നതിൽ നാണമില്ലേടാ ഷാൻ റഹ്മാനെ എന്നാണ് ചോദിക്കേണ്ടത്. അതാണ് ചോദിക്കേണ്ടത്. പക്ഷേ ചിലപ്പോൾ നാണം കാണില്ല. നാണം കിട്ടും പണം ഉണ്ടാക്കിയില്ലേ, പണം കൊണ്ട് നാണം വാങ്ങിക്കാമെന്ന് പറയുന്നവരല്ലേ. ഇവൻ ഭാര്യയും കൊണ്ട് ചെന്ന് മറ്റേ തട്ടമൊക്കെ ഇട്ട് മറച്ചു കൊണ്ടിരുന്നാൽ അതില്ല, ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസുകാരുടെ വരട്ട്, പിന്നെ ഇവൻ വമ്പന്മാർ പിടി കാണില്ലേ ഇവന്. ഇവൻ്റെ കോടിക്കണക്കിന് രൂപയുള്ളതുകൊണ്ട് ഇവൻ ആരെങ്കിലും കൊണ്ട് ശുപാർശ ചെയ്യിച്ച് ചിലപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ സ്വാധീനിക്കാം. സ്വാധീനത്തിൽ വഴങ്ങാത്ത നല്ല തന്തയ്ക്ക് പറഞ്ഞ ഒരുപാട് പോലീസ് ഓഫീസേഴ്സുണ്ട്. അങ്ങനെ ആയാൽ ഈ നിജു എന്ന് പറഞ്ഞവൻ രക്ഷപ്പെട്ടു. അല്ല, സ്വാധീനത്തിന് വഴങ്ങി പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് നിജുവിനെ വരട്ടി വിടുന്നവനാണെങ്കിൽ കോടതി പോകണമെന്ന് ഞാൻ പറയും. തെളിവുകളെല്ലാം അവനാണ്. കാരണം ഷാൻ റഹ്മാൻ എന്ന് പറഞ്ഞവൻ ഈ പ്രോഗ്രാം നടത്തിയതിൽ ആർക്കെങ്കിലും അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ കൊടുത്തിട്ടുണ്ടോ നോക്കിയാൽ ഇല്ലയെന്നറിയാമല്ലോ. എന്നാൽ നിജു എന്ന് പറഞ്ഞവൻ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ തെളിവുണ്ടല്ലോ അതിന്. എല്ലാ അക്കൗണ്ട് വഴിയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഷാൻ റഹ്മാൻ സിനിമാക്കാരനായി കലാകാരനായി ജീവിക്കുന്ന നല്ല തൊലിവെളുപ്പുള്ള നല്ല കോളിനോസ് പുഞ്ചിരിയുള്ള താൻ ഇത്രയും ഫ്രോഡാണെന്ന് അറിഞ്ഞില്ല. വളരെ മോശമായിപ്പോയി ഷാൻ. സിനിമാ സമൂഹത്തിന് തന്നെ താനൊരു അപമാനമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇനി പറഞ്ഞാൽ ഞാൻ ഒരുപാട് കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. എത്രയും പെട്ടെന്ന് ആ പാവത്തിൻ്റെ പൈസ കൊടുക്കുക. അവൻ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് അകത്തായാൽ അവൻ തൂങ്ങി വല്ലതും ചത്താലുണ്ടല്ലോ, നീ നിൻ്റെ പെണ്ടാട്ടിയും അകത്ത് കിടക്കും, നിൻ്റെ പിള്ളേർക്ക് തന്തയും തള്ളിയില്ലാതാവും. അതുമാത്രം ഓർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.